നമസ്കാരം. 2024 പുതുവർഷത്തിൽ പുണർദം നക്ഷത്രക്കാരുടെ ജനുവരി മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ പുണർദം നക്ഷത്രക്കാരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഏത് നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്ര ഫലം തന്നെയാണ്. നമ്മൾ കേട്ട് മറക്കുന്ന ഒരു വാചകമാണ്, ഗുണങ്ങൾ ആർക്കും കിട്ടാറില്ല, ദോഷങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. പ്രത്യേകിച്ച് പുണർദ നക്ഷത്രക്കാരൊക്കെ വിളിക്കുന്ന സമയത്തും പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ്, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വീട്ടിൽ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഭർത്താവിൻ്റെ ജോലി പോയി, മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരുപാട് ദോഷങ്ങൾ. കുടുംബത്തിലാണെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പല അസ്വാരസ്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് പുണർദ നക്ഷത്രക്കാരുടെ ഈ കഴിഞ്ഞ 2023 എന്ന് പറയുന്ന വർഷം കടന്നു പോകുന്നത്. എങ്കിലും ഒരു പുതുവർഷമായിരിക്കട്ടെ 2024 എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വരുന്ന 2024 എന്ന് പറയുന്ന വർഷം പുണർദ നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. കർമ്മ രംഗത്ത്, അതായത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കർമ്മരംഗത്ത് ചെറിയ തോതിലുള്ള അഭിവൃദ്ധി, ഉയർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഒരു നൂതന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാനും അത് നടപ്പിലാക്കാനും അതിന് പണം കണ്ടെത്താനുമൊക്കെയുള്ള ഒരു സമയവും സമയോചിതമായിട്ടുള്ളൊരു തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾക്ക് ഈ വർഷം ചെയ്യാവുന്നതാണ്. ഏത് നടപ്പിൽ വരുത്താനുമൊക്കെയുള്ള സാധ്യതകളുണ്ട്. സ്ത്രീകൾക്ക് കർമ്മരംഗത്ത് ഉയർച്ച അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ, ഇതുവരെ ആഗ്രഹിച്ചിരുന്ന കാര്യം നടക്കാതിരുന്ന പോലെ ഒരു പ്രമോഷൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള സാധ്യതകളൊക്കെ സാധ്യമാകുന്നുണ്ട്. കുടുംബാംഗങ്ങളുമൊക്കെ ഒത്തൊരുമിച്ച് വിനോദയാത്രയോ പുണ്യയാത്രകളൊക്കെ പോകാനൊക്കെയുള്ള അവസരങ്ങളും വന്നു ചേരുന്നുണ്ട്. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ ചിലവുകൾ കൂടുന്തോറും കടബാധ്യതകൾ വന്നുപെടാം. സന്താനങ്ങളുടെ ഉയർച്ചയിൽ മനസ്സ് സന്തോഷപൂരിതമാകുന്നതാണ്. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കാനോ സന്താനങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് നല്ല മാർക്കുകളൊക്കെ കിട്ടാനുമൊക്കെയുള്ള യോഗമുണ്ട്. പുതിയ പല ഉത്തരവാദിത്തങ്ങളും കർമ്മരംഗത്ത് നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകുന്നുണ്ട്. ദൂരദേശ യാത്രകൾ, അതായത് വീട് വിട്ട് മാറി താമസിക്കുന്ന ആളുകൾക്ക്, അന്യദേശവാസം ഉള്ള ആളുകൾക്ക് യാത്രകളൊക്കെ അലച്ചിലുകളായി മാറുന്നുണ്ട്. പുതിയ ബിസിനസ്സിന് വേണ്ടിയിട്ട്, പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പുതിയ തലങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുകയും അതിൽ നിന്ന് പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുകയും ഒരു ഭാവിയിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ പുതിയൊരു ബിസിനസ്സൊക്കെ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നതാണ്. വ്യവഹാരത്തിനായിട്ട് മുതിരാതിരിക്കുന്നത് വളരെ നല്ലതാണ്. വല്ല ചെക്ക് കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നതും മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളോ വ്യവഹാരങ്ങളോ ഒക്കെ ചെയ്യാതിരിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ രംഗത്ത് പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം. അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ പല ചലഞ്ചുകളും പല പ്രതിസന്ധികളൊക്കെ നേരിട്ട് വേണം നിങ്ങൾക്ക് ഈ ഒരു വർഷം വിജയത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട്. കിട്ടാനുള്ള പണം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സാധ്യതകൾ തെളിയുന്നുണ്ട്. എങ്കിലും പുതിയതായിട്ട് കടം കൊടുക്കലോ കടം വാങ്ങലോ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല, വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ആത്മീയ ട്രസ്റ്റ് പോലെയൊക്കെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു പുരോഗതി ദൃശ്യമാകുന്ന വർഷമാണ് ഈ 2024 എന്ന് പറയുന്ന വർഷം. സന്നദ്ധ സംഘടനകൾക്കൊക്കെ ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് ഈ ഒരു കാലയളവിൽ. സന്താന ഭാഗ്യം കാത്തിരിക്കുന്നവർക്ക്, മക്കളില്ലാതിരുന്ന ചികിത്സയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ വർഷം സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവും, കുട്ടികളൊക്കെ ജനിക്കും. വാടക ഇനത്തിൽ വരുമാനം, വീട് വാടകയ്ക്ക് കൊടുക്കുകയോ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഒക്കെ വാടകയ്ക്ക് കൊടുക്കുക, ഇവൻ വണ്ടി പോലും വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് വാടക ഇനത്തിലൊക്കെ വരുമാനം ലഭിക്കുന്ന ഒരു വർഷമാണ്. പ്രേമബന്ധങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കുന്നതും പ്രേമബന്ധങ്ങൾക്ക് ഇതുവരെ എതിരെ നിന്നിരുന്ന വീട്ടുകാരൊക്കെ അനുകൂലമായിട്ട് സംസാരിക്കുന്നതും അത് വിവാഹത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് ഉന്മേഷവും ഒരു ഉണർവും വന്നു ചേരുന്നതാണ്. പല എതിർപ്പുകളെയും നേരിടേണ്ടതായിട്ട് വരുന്ന പല രംഗങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാം. പലതരത്തിലും പല എതിർപ്പുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നേരിടേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. പങ്കാളികൾ മൂലം വരുമാനത്തിൽ ഒരു വർധനവ്
പ്രതീക്ഷിക്കാം. ഭാര്യയുടെ കുടുംബസ്വത്ത് നിങ്ങൾക്ക് സ്വന്തമാകുകയോ മറ്റ് പലതരത്തിലുള്ള ചിട്ടി അതുപോലെ തന്നെ ഭാഗ്യക്കുറിയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വരുമാനമായിട്ട് ആദായമായിട്ട് വന്നു ചേരുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സിനിമയായിട്ടും നാടകമായിട്ടൊക്കെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ 2024 എന്ന് പറയുന്നത്. ഈ 2024 വർഷത്തിൽ കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും കളിയാടുന്നതിനായിട്ടും നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഉന്മേഷവും ഉണ്ടാകുന്നതിനായിട്ട് കൂടുതൽ ഈശ്വരാനുഗ്രഹം തേടുന്നത് വളരെ നന്നായിരിക്കും. ക്ഷേത്ര ദർശനമാണെങ്കിലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ, വീട്ടിൽ തന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മഹാലക്ഷ്മി പൂജ വെള്ളിയാഴ്ച ദിവസവും പൗർണമി ദിവസവും ഒക്കെ മഹാലക്ഷ്മി പൂജ പഠിച്ച് നിങ്ങൾ വീട്ടിൽ തന്നെ ഗൃഹനാഥനും ഗൃഹനാഥിയും മക്കളും സന്താനങ്ങളും എല്ലാവരും കൂടെ കൂടിച്ചേർന്നിരുന്ന് വീട്ടിൽ തന്നെ മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നത് വളരെയേറെ ഗുണപ്രദമായിരിക്കും എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ 2024 എന്ന് പറയുന്ന വർഷം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവാനായിട്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ക്ഷേത്ര ദർശനം നിരന്തരമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ തിങ്കളാഴ്ചയും മഹാദേവന് കൂവളമാല വില്വപത്രാദി അർച്ചന നടത്തുന്നതും പിൻവിളക്ക് സമർപ്പിക്കുന്നതും ജലധാര 108 കുടം ജലം അല്ലെങ്കിൽ ജലധാര എല്ലാം വഴിപാടായിട്ട് നടത്തുന്നതുമൊക്കെ വളരെ നല്ലതാണ്. നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ജാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്തർദശാകാലങ്ങളോ ദശാകാലങ്ങളോ മഹാദശാകാലങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ദോഷമായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായിട്ട് ജാതകമൊക്കെ നേരത്തെ നോക്കിയിട്ട് അതിന് പറ്റുന്ന വഴിപാടുകളൊക്കെ തീരുമാനിക്കാം. വീട്ടിൽ തന്നെ വിഷ്ണു സഹസ്രനാമം അതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രജപം ദേവി മഹാത്മ്യം ഇങ്ങനെയുള്ളതൊക്കെ പാരായണം ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമായിരിക്കും. നിങ്ങളുടെ ദോഷാധിക്യങ്ങൾ കുറയുന്നതിന് ഉത്തമമായിരിക്കും. അന്യരുമായിട്ട് വ്യവഹാരങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതും വളരെ നന്നായിരിക്കും. കാരണം അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് കൂടുതൽ ദോഷങ്ങൾ ഭവിക്കുന്നതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും 2024 എന്ന് പറയുന്ന വർഷം നിങ്ങൾക്കൊരു പുതുവർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തും.